സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ, അദ്ദേഹത്തിൻ്റെ നാമധേയം തന്നെയാണ് അതിൻ്റെ മുഖ്യ വേദിക്ക് കൊടുത്തിരിക്കുന്നത്. MD നിള എന്ന വേദി എല്ലാ രീതിയിലും ഒരു ആദരവ്, എല്ലാ വേദിയിലും ഒരു ആദരവ്. മെയിൻ വേദി. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിള നദിയാണ് എനിക്കിഷ്ടം. അപ്പോൾ അതും അവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. ഈ മിനിമം മാർക്ക് വേണ്ടാതെ ബാധിക്കുന്നവരുടെ മക്കളെല്ലാം പഠിക്കുന്നത് നമ്മുടെ സാധാരണക്കാരുടെ സ്കൂളുകളിൽ നിന്നല്ല പഠിക്കുന്നത്. അവർക്കെന്തും പറഞ്ഞിട്ട് അങ്ങ് പോകാം. യുവജനോത്സവത്തിൽ സ്കൂൾ മാനുവലിനെതിരായിട്ട് ആര് പ്രവർത്തിച്ചാലും മുഖം നോക്കാതുള്ള നടപടിയാണ്. ഇത്ര വേദികളിലൂടെ അംഗീകാരം കിട്ടി വരുന്നവർക്ക് സ്വാഭാവികമായിട്ട് ഇതിനോടൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവേണ്ടതാണ്. അതൊരു മാന്യതയുടെ പ്രശ്നമാണ്, ഒരു സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ്, ഒരു മനസ്സിൻ്റെ പ്രശ്നമാണ്. എന്നോട് പറഞ്ഞ ആൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും പിന്നെ എൻ്റെ തയ്യാറായിരുന്നു. എൻ്റെ ടീമിന് കിട്ടിയില്ലെങ്കിൽ, എൻ്റെ കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ ജഡ്ജസ് മോശം, കിട്ടിയോ കൊള്ളാം, ഒരു കാരണവശാൽ അംഗീകരിക്കുന്ന പ്രശ്നമല്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉടച്ചു വാർത്തു എന്നാണല്ലോ പുള്ളി പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വാർത്തില്ല, ഉടച്ചു. മത്സരത്തിൽ പങ്കെടുക്കുക, നന്നായി ആത്മവിശ്വാസത്തോടുകൂടി പങ്കെടുക്കുക. ജയിക്കുന്നതും എൻ്റെ കൂട്ടുകാരാണ്, തോക്കുന്നതും എൻ്റെ കൂട്ടുകാരാണ് എന്നുള്ള ബോധം ഉണ്ടാവുക. കേരളത്തിൻ്റെ ഊർജ്ജസ്വലനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ വി ശിവൻകുട്ടി. നമസ്കാരം രാജേഷ്. നമസ്കാരം. അപ്പോൾ ഒരു യുവജനോത്സവത്തിൻ്റെ പടിവാതിൽ എത്തി നിൽക്കുകയാണ്. അതെ, ഇത്തവണത്തെ യുവജനോത്സവത്തിന് വലിയൊരു സവിശേഷത, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ, അദ്ദേഹത്തിൻ്റെ നാമധേയം തന്നെയാണ് അതിൻ്റെ മുഖ്യ വേദിക്ക് കൊടുത്തിരിക്കുന്നത്. അത് മന്ത്രിയുടെ ഒരു തീരുമാനമാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഭാരതപ്പുഴ എന്നാണ് ആദ്യം ഇട്ടിരുന്നത്. ഈ കുട്ടികളുടെ ഇടയിൽ പരിസ്ഥിതി സംരക്ഷണവും പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പുത്തൻ ഉണർവും ബോധവും ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രാവശ്യം ഈ 25 വേദികൾക്കും 25 നദികളുടെ പേര് ഇട്ടത്. കുട്ടികൾക്ക് വലിയ സന്തോഷമാണത്. അത് പേര് പഠിക്കുകയും അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും പേരായിരുന്നു. അപ്പോൾ ഈ പേര് ഭാരതപ്പുഴ എന്നുള്ള പേരായിരുന്നു അവിടെ നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അത്രമാത്രം കേരളം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നില്ലോ. എനിക്കാണെങ്കിൽ ഞാൻ മേയറായ സമയത്തായിരുന്നു അദ്ദേഹത്തിന് ജ്ഞാനപീഠ അവാർഡ് കിട്ടുന്നത്. അന്ന് തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തിന് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അദ്ദേഹത്തിനെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പൗരസ്വീകരണം അത്യപൂർവമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. കൗൺസിൽ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം വിജയ് ഹാളിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മന്ത്രിയായ ശേഷം അദ്ദേഹത്തിന് ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അത് ഓർക്കുന്നുണ്ടായിരുന്നു, നല്ലവണ്ണം ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഇട്ടത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വരിയുണ്ട്. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിള നദിയാണ് എനിക്കിഷ്ടം എന്നുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള വരികളുണ്ട്. അപ്പോൾ അതും അവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പിന്നെ MD നിള എന്ന വേദി, എല്ലാ രീതിയിലും ഒരു ആദരവ്, എല്ലാ വേദിയിലും ഒരു ആദരവ്. മെയിൻ വേദി. വിദ്യാർത്ഥികൾക്ക് അതൊരു വലിയ ഇതായിരിക്കും. അതെ. ഇപ്പം യുവജനോത്സവത്തിൽ ഇത്തവണ സവിശേഷതയായിട്ട് എന്തോ പുതിയ 5 മത്സരങ്ങളും ഉണ്ടെന്നു. നമ്മുടെ പ്രാചീന കലകൾ എല്ലാം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ അവർക്കൊരു പ്രോത്സാഹനം ലഭിക്കുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവരുടെ ചില പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവസരം കൊടുത്തു. ഇപ്രാവശ്യം ഞങ്ങൾ അവരുടെ 5 കലാ ഇനങ്ങൾ മത്സരത്തിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പിന്തള്ളപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂൾ ഒളിമ്പിക്സിൽ ഭിന്നശേഷിയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയത്. അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ നടത്തുന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. പിന്നെ ഒളിമ്പിക്സിൽ പോലും പിന്നെ സ്പെഷ്യൽ ഒളിമ്പിക്സും നമ്മളതെല്ലാം ഒരുമിച്ചാണ് നടത്തിയത്, മാറ്റി നിർത്തുന്നില്ല. അത് അവർക്കൊരു വലിയ ഒരു അനുഗ്രഹമാണ്. അവരെയൊക്കെ ഞാൻ സന്ദർശിച്ച് അവരോടെല്ലാം കാര്യങ്ങൾ ചോദിച്ച അവസരത്തിൽ അവർക്ക് ഇതിനപ്പുറം ഒരു സന്തോഷമല്ല ഈ പൊതുധാരയിൽ വന്ന് പങ്കെടുക്കുവാനും ആശയവിനിമയം നടത്താനും
ഒക്കെ ഉള്ള അത് മാത്രമല്ല മാധ്യമങ്ങൾ നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. നമ്മൾ കേരളം അങ്ങനെയാണല്ലോ ഒരു മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്തള്ളപ്പെട്ട സമൂഹത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പോകുന്നത്. കഴിഞ്ഞ കലോത്സവമാണെങ്കിലും എല്ലാം വളരെ മികച്ച സംഘാടനമായിരുന്നു. ഇത്തവണ അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ മേളയിൽ ഏറ്റവും എപ്പോഴും വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പീലുകളും പരാതികളുമാണ്. അത് കുറയ്ക്കാനായിട്ടോ അതിൻ്റെ അക്കാര്യത്തെക്കുറിച്ച് എന്ത് പറയുന്നു? അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം വളരെ സ്മൂത്തായിട്ട് പോയി. കൊല്ലത്ത് പരാതിയൊന്നും ഇല്ലായിരുന്നു. അതിന് മുമ്പത്തെ വർഷം കോഴിക്കോട് പോയി. ഞാൻ ഈ 2 മേളയ്ക്കും ഒരു 3 ആഴ്ചയെങ്കിലും അവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ നിർവഹിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത് കുട്ടികളല്ല, കൊണ്ടുവരുന്ന സ്കൂളിലെ അധികാരികളും കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ സംസ്ഥാന മേളയിൽ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ജില്ലാ മേളകളിൽ ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു സ്കൂളിലെ കുട്ടികൾ ഡി ഡി ഡെപ്യൂട്ടി ഡയറക്ടറെ ചെന്ന് 2 മണിക്കൂർ നേരം തടഞ്ഞു വെച്ചു. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ആരോഗ്യകരമായ മത്സരമാണ് നടക്കേണ്ടത്. അപ്പോൾ അതിൽ 14 ജില്ലയിൽ നിന്നും പങ്കെടുക്കുന്ന കുട്ടികൾ എൻ്റെ കുട്ടികളാണെന്നുള്ളൊരു ബോധം എല്ലാ സ്ഥലത്തും പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും പിന്നെ സ്കൂൾ അധികാരികൾക്കും ഉണ്ടാവണം, കാണികൾക്കും അത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. മുൻപ് കാലങ്ങളിലാണെങ്കിൽ ജഡ്ജസിനെ രഹസ്യമായിട്ട് വെച്ചേക്കും, ആരാണെന്നുള്ളവരും പറയില്ലായിരുന്നു. ഇപ്പോൾ അതല്ല, നേരത്തെ പറയും. ജഡ്ജസിനെ വേദിയിൽ കൊണ്ടിരുത്തിയ ശേഷം അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ ഈ രംഗത്തെ സംഭാവനകൾ മൈക്ക് കൂടെ അനൗൺസ് ചെയ്യാൻ. അപ്പോൾ അതിൽ എന്തെങ്കിലും യോഗ്യത ഇല്ലാത്തതുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നതാണ്. സുതാര്യമായിട്ടാണ് എന്ന് മാത്രമല്ല ഒരു മാനുവൽ ഉണ്ടല്ലോ. നമുക്ക് ഏത് കാര്യവും ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകാൻ പറ്റുള്ളൂ. ഈ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ മുന്നോട്ട് പോക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയാണ്. അത് ചില വ്യത്യാസങ്ങളെല്ലാം ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതുപോലെ യുവജനോത്സവത്തിൽ സ്കൂൾ മാനുവലാണ്, യുവജനോത്സവ മാനുവലാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ പ്രാവശ്യം ഞങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. മുൻപാണെങ്കിൽ ജില്ലാ മേളയിൽ അപ്പീൽ കേട്ടിരുന്ന ആ ജില്ലയിലെ ഡി ഡിമാരായിരുന്നു. ഇപ്രാവശ്യം അത് മാറ്റി മറ്റ് ജില്ലകളിലെ ഡി ഡിമാരാക്കി. അപ്പോൾ ഇതിൽ ചെയ്യാൻ കഴിയുന്നത് അപ്പീൽ കൊടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന മേളയാണെങ്കിൽ പിന്നെ ഹൈ ലെവൽ അപ്പീൽ കൊടുക്കുന്നതിനുള്ള അവകാശമുണ്ട്. അത് കഴിഞ്ഞാൽ കോടതി പോകാനുള്ള അവകാശമുണ്ട്. അത് പ്രയോജനപ്പെടുത്തുകയല്ലാതെ പിന്നെ എൻ്റെ ടീമിന് കിട്ടിയില്ലെങ്കിൽ, എൻ്റെ കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ ജഡ്ജസ് മോശം, കിട്ടിയോ കൊള്ളാം, ഒരു കാരണവശാൽ പരിശീലിപ്പിക്കുന്നവരും കൂടെ ആണെന്ന് തോന്നി ഇതിൻ്റെ അകത്ത്. ഈ പഠിപ്പിക്കുന്നവർക്ക് അവർക്ക് സമ്മാനം കിട്ടിയാലേ അടുത്ത തവണ പരിശീലിപ്പിക്കാൻ അതും കൂടെ ഉണ്ട്. ഇപ്പോൾ പിന്നെ അത് ഈ മാനുവലിനെതിരായിട്ട് ആര് പ്രവർത്തിച്ചാലും മുഖം നോക്കാതുള്ള നടപടിയാണ് ഉണ്ടാവും. മുഖം നോക്കാതുള്ള നടപടി വെച്ചാൽ വളരെ കഷ്ടമായിട്ടുള്ള നടപടിയിലേക്ക് പോകും. അത് ഇപ്പോൾ കായികമേള ഉണ്ടല്ലോ, ഒളിമ്പിക്സ് മേള, അവിടെ ചെറിയൊരു അപശബ്ദം 2 സ്കൂളുകാർ ഉണ്ടാക്കിയല്ലോ. അതിനെപ്പറ്റി ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ടല്ലോ. 2 ദിവസത്തിന് അതിൻ്റെ റിപ്പോർട്ടും വരും. അതിൻ്റെ ആ റിപ്പോർട്ടിന്മേലുള്ള നടപടിയും ഉണ്ടാവും. ഈ വിധികർത്താക്കളെ നിശ്ചയിക്കുന്നതിലൊക്കെ ഒരു മാനദണ്ഡം, ഞാൻ പറഞ്ഞല്ലോ, അതൊരു മാനദണ്ഡമുണ്ട്. തുടർച്ചയായിട്ട് 3 പ്രാവശ്യം ഇരുത്താറില്ല. പിന്നെ വളരെ പക്ഷപാതപരഹിതമായി ഒരിക്കലും ഇല്ല. അങ്ങനെ മുമ്പൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പിന്നെ ചില അനുഭവങ്ങളിലെ ചില ആൾക്കാർ പത്രത്തിലൊക്കെ കുറിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് പോലും അറിയില്ല. യഥാർത്ഥത്തിൽ ജഡ്ജസിൻ്റെ പിന്നെ ലിസ്റ്റ് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ പൊട്ടിച്ചിട്ടില്ല. അത് ഞാൻ പറയാം, എനിക്കത് കാണേണ്ട കാര്യമില്ല. അത് നിങ്ങളിപ്പോൾ ചുമതലപ്പെടുത്തിയ 3 പേർ ചേർന്ന് ആ കാര്യം ചെയ്യുക. SSLC ചോദ്യപേപ്പർ എങ്ങനെയാണോ കോൺഫിഡൻഷ്യലായിട്ട് ചെയ്യുന്നത്, അതിനേക്കാൾ കോൺഫിഡൻഷ്യലായിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. ഈ അപ്പീൽ കൊടുക്കുന്നതിനുള്ള ഒരു നിരക്ക് കൂട്ടിയെന്ന് തോന്നുന്നു അല്ലേ? അപ്പീൽ കൊടുക്കുന്ന നിരക്ക് കൂട്ടി. കാരണം ഇതിൻ്റെ ഈ പിന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഈ അപ്പീലായ പിന്നെ എന്തെങ്കിലും ഒരു നിയന്ത്രണം വേണമല്ലോ. ഒരു ചെറിയ തുക കൂട്ടി. അന്നേരം അതിലൂടെ ഒരു വരുമാനം കിട്ടിയെന്ന് പറഞ്ഞ വാർത്ത വന്നായിരുന്നു. അല്ല, അത് നമുക്ക് വരുമാനം ഇല്ലല്ലോ പൊതുവിദ്യാഭ്യാസം. ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ശരിക്കും ഒരു അപ്പീൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് പാടായിരിക്കില്ലേ? അങ്ങനെ പാടായിട്ട് വരാൻ പോകുന്നില്ല. വലിയ ചെറിയ തുകയേ ഉള്ളൂ. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ യുവജനോത്സവം എപ്പോഴും ഒരു കളർഫുൾ മേളയാണ്. ഈ നൃത്ത ഇനങ്ങളിലൊക്കെ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ വലിയ ചിലവ് വേണ്ടി വരുന്നുണ്ട്. പക്ഷേ പാവപ്പെട്ട കുട്ടികളുടെ കാര്യത്തിൽ അതിൽ സർക്കാരിന് എന്തെങ്കിലും അവരെ സഹായിക്കാൻ പറ്റുമോ?
അത് നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. പറഞ്ഞത് ശരിയാണ്. ഇപ്പം ഒരു നല്ല അറിയപ്പെടുന്ന ഒരു നൃത്ത അധ്യാപകരുടെ അടുത്ത് നൃത്തം പഠിക്കണമെങ്കിൽ വലിയ എക്സ്പെൻസ് കൊടുക്കേണ്ടി വരും, ഫീസായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പം അതൊന്നും താങ്ങാൻ കഴിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ഇതിൻ്റെ വസ്ത്രം ഒക്കെ ഭയങ്കര, അതെ, കോസ്റ്റ്യൂമെല്ലാം ഭയങ്കര വിലയാണ്. അപ്പോൾ അത് നമുക്ക് ഭാവിയിൽ ഗവൺമെൻറ് കുറച്ചും കൂടെ ഒരു സമ്പന്നമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ആയാൽ ഭാവിയിൽ നമുക്ക് ആലോചിക്കാം അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സംബന്ധിച്ചിടത്തോളം. ഇതുപോലെ ഈ യുവജനോത്സവത്തിനുള്ള ഒരു അവതരണ ഗാനം അല്ലെങ്കിൽ നൃത്തം ഇത്രയൊക്കെ പരിശീലിപ്പിക്കുന്ന സ്ഥിരമായിട്ട് ഇനിയും കലാമണ്ഡലത്തെ ഏൽപ്പിക്കൂ? ഇപ്പം എന്തായാലും കലാമണ്ഡലത്തിൽ ഏൽപ്പിച്ചു. കലാമണ്ഡലം ഞങ്ങളുടെ കുട്ടികളാണ്, പരീക്ഷ നടത്തുന്ന ഞങ്ങളാണ്. പകുതി പിന്നെ നടത്തിപ്പ് സാംസ്കാരിക വകുപ്പും പകുതി പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. അവർ പരിപൂർണമായിട്ട് സൗജന്യമായിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. നമ്മുടെ എന്തായാലും ഞാൻ പറഞ്ഞ് അവർക്ക് ആവശ്യമുള്ള നമ്മുടെ കുട്ടികളാണല്ലോ, കോസ്റ്റ്യൂം, ഡ്രസ്സ് അവരവരുടെ വാഹനത്തിലാണ് വരുന്നത്. എനിക്കൊന്നിനും നാളെ മറ്റോ അവരോട് എത്തിച്ചേരുമെന്ന് തോന്നുന്നു. എത്തിച്ചേരുന്നത് ഇവിടെ SCRT-ലാണ് അവർ താമസിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു തുക കൊടുക്കേണ്ടി വന്നില്ല. ഇല്ല, തുക കൊടുക്കുന്നതിനപ്പുറം അതൊരു അരോചകമായി തോന്നി, ഒരു കണ്ടീഷൻ വെച്ചിട്ട്. അത് പറ്റില്ലല്ലോ. കേരളത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു അഭാവം അതിലുണ്ട്. ഏത് കലാകാരനായിരുന്നാലും ഏത് കലാകാരിയായിരുന്നാലും ഏത് രാഷ്ട്രീയക്കാരനായിരുന്നാലും ജനത്തിൻ്റെ അംഗീകാരമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനം അംഗീകരിച്ചില്ലെങ്കിൽ ഒന്നുമല്ലല്ലോ. അപ്പോൾ ജനം നാളെ ഒരു രാഷ്ട്രീയക്കാരനെ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരനെ എന്ന് പറഞ്ഞ കലാകാരനെ ജനം അങ്ങ് ബഹിഷ്കരിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി അങ്ങ് തീരുമാനിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ജനമാണ് രാജാവെന്ന് പറഞ്ഞാൽ. ഇത്ര വേദികളിലൂടെ അംഗീകാരം കിട്ടി വരുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഇതിനോടൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവേണ്ടതാണ്. അതൊരു മാന്യതയുടെ പ്രശ്നമാണ്, ഒരു സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ്, ഒരു മനസ്സിൻ്റെ പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ ഞാൻ മിനിസ്റ്ററെ ഒന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് ഒരു വിവാദമാക്കാതിരിക്കാനുള്ള ഒരു മുൻകൈ മിനിസ്റ്റർ എടുത്ത ആ വിഷയം. അല്ല, അത് ഞാൻ വിചാരിച്ചു, ഞാനങ്ങനെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ല. അവരെല്ലാം ഈ വലിയ കലാകാരന്മാരും കലാകാരികളുമാണ്. ഞാനായിട്ട് ഇനി പറഞ്ഞൊരു പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി പോകണ്ട, അതുകൊണ്ട് ഞാനങ്ങ് വിഡ്രോ ചെയ്തു. അത് വളരെ നന്നായി. കാരണം യുവജനോത്സവത്തിലെ മത്സരങ്ങളും അതുമൊക്കെയാണല്ലോ, വിവാദങ്ങളല്ല. അല്ല എന്ന് മാത്രമല്ല, പിന്നെ എന്നോട് പറഞ്ഞ ആൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും പിന്നെ എൻ്റെ തയ്യാറായിരുന്നു. അപ്പം പിന്നെ നമ്മളത് അങ്ങ് വിഡ്രോ ചെയ്യുന്നതിൽ ഖേദം പ്രകടിപ്പിച്ചോ? എന്നോട് അവർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നോക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞായിരുന്നു. ഞാൻ നേരിട്ട് സംസാരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ യുവജനോത്സവത്തിൻ്റെ ഒരു ഭാഗത്ത് മത്സരങ്ങൾ നടക്കുമ്പോൾ ഇതിനെ എല്ലാ രീതിയിലും വളരെ സമ്പന്നമാക്കുന്ന ഭക്ഷണമാണ്. ഇത്തവണയും പഴയിടം നമ്മൾ ഓപ്പൺ ടെൻഡറാണ്. പഴയിടത്തിൽ തന്നെ വേണമെന്ന് നമുക്കൊരു നിർബന്ധമില്ല. പക്ഷേ കുറേ നാളുകളായി പഴയിടം മോഹൻ നമ്പൂതിരിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം ഇപ്പോൾ 14,000 കുട്ടികളാണെങ്കിൽ അവരെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്, അവരുടെ രക്ഷകർത്താക്കൾ, ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു 20-25,000 പേർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും. ഇപ്പം 4,000 പേർക്ക് ഒരേ സമയത്ത് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും 19 കമ്മിറ്റിയാണ് സജീവമായി പ്രവർത്തിക്കുന്നത്. MLA-മാരെല്ലാം വളരെ സജീവമാണ്. എല്ലാ പാർട്ടിയിലെ MLA-മാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾ ഇതിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, LDF ഉണ്ട്, UDF ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും വളരെ സജീവമായി നിൽക്കുകയാണ്. മാറ്റി നിർത്തിയിട്ടില്ല, ഒറ്റക്കെട്ട എല്ലാവരും നിൽക്കുകയാണ്. അതുപോലെ ഈ ഭക്ഷണം വെജിറ്റേറിയൻ ആയിരിക്കുമല്ലോ അല്ലേ? ഭക്ഷണം വെജിറ്റേറിയനാണ്. കായികമേളയ്ക്ക് നോൺ കൊടുത്തായിരുന്നു. കായികമേളയ്ക്ക് കൊടുത്തിരുന്നു. ഇതിൻ്റെ അത് പൂർണ്ണ വെജിറ്റേറിയൻ തന്നെ. അതാണ് കുട്ടികൾക്ക് പിന്നെ ഡാൻസിനും മറ്റ് ഇനങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ തന്നെ ഒരു കംഫർട്ടബിൾ അതാണെന്നുള്ള ഒരു വിദഗ്ധ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത്. നോൺ വെജിലേക്ക് പോകുന്നില്ല. ഈ മിനിസ്റ്റർ പണ്ട് പഠിക്കുന്ന കാലത്ത് ഈ സ്കൂൾ യുവജനോത്സവങ്ങൾ ചിലപ്പം വിദ്യാർത്ഥി നേതാവ് എന്നുള്ള നിലയിൽ അതിൻ്റെ സംഘാടനത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. ഏതെങ്കിലും മത്സര ഇനത്തിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ, ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല രാജേഷ് പറഞ്ഞാണ് ശരി. ഞാൻ അങ്ങനെയൊന്നും ഇതിന് ഒരു കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ അങ്ങനെയെന്നുള്ളൊരു കുടുംബത്തിൽ ഒന്നും വന്നിട്ടുള്ളതല്ല. വെറും വളരെ സാധാരണക്കാരായ അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് ജനിച്ച് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അവരൊന്നും അങ്ങനെ വലിയ കലാകാരന്മാരോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരോ ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ ഇല്ല. അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്, 10-70 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. എത്ര പാവപ്പെട്ട കുട്ടിയാണെങ്കിലും, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും സ്കൂളിൻ്റെ ഒക്കെ ഒരു പ്രോത്സാഹനം കൂടെ ഉണ്ടാവും. അവൻ്റെ കലാവാസനകൾ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ നോക്കിയാൽ തന്നെ അറിയാം. വളരെ സാധാരണക്കാരായ കുട്ടികളുടെ കലാപരിപാടികളും ചെണ്ടകൊട്ടലും പാട്ടും ഒക്കെ ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ഒരു പ്രോത്സാഹനം ഇപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്.
പാവപ്പെട്ട കുട്ടികളാണെങ്കിൽ രക്ഷകർത്താക്കളിൽ നിന്ന് കിട്ടുന്നുണ്ട്. രക്ഷകർത്താക്കൾ തന്നെ എന്ത് ത്യാഗം സഹിച്ച് ആ കുട്ടികളെ കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനൊക്കെ ജനിച്ച് ഞാൻ പിന്നെ ഹൈസ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന അവസരത്തിൽ നിന്നും അങ്ങനെ ഒരു പ്രോത്സാഹനം ഇല്ലെങ്കിൽ ബോധപൂർവം ആ വീട് ആ കലാപരമായും സാഹിത്യപരമായും ഒക്കെ തന്നെ പിന്നെ ഒരു പിന്നെ അറിവും ശേഷിയൊക്കെ ഉള്ളൊരു വീടായിരിക്കണം. എൻ്റെ വീട് അങ്ങനെയൊന്നുള്ള വീടല്ലായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ SLC കഴിഞ്ഞ് പിന്നെ MG കോളേജിൽ ആയിരുന്നു. അതിനുശേഷം ചെമ്പഴന്തി SM കോളേജിലായിരുന്നു. അതിനുശേഷം ലോ അക്കാഡമിയിലായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ഞാൻ SFIയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹി ആയി അന്ന് നിങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ പ്രവർത്തിച്ചത്. ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം യൂണിവേഴ്സിറ്റി യൂണിയൻ ആദ്യമായി ഞങ്ങൾക്ക് കിട്ടുകയാണ്. SFI യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ K. സുരേഷ് കുറുപ്പാണ്. അന്ന് വലിയ പ്രമാദമാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ എന്നെല്ലാം പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് കിട്ടുന്നുള്ള ഒരു പ്രാധാന്യം കിട്ടിക്കൊണ്ടുന്നൊരു കാലഘട്ടമാണ്. അന്നത്തെ കലോത്സവങ്ങളൊക്കെ വലിയ അപ്പോൾ അന്ന് ആ കലോത്സവങ്ങളിൽ പോസ്റ്റർ ഒട്ടിച്ച് മുതലുള്ള എക്സ്പീരിയൻസ് എനിക്കുള്ളത്. അന്ന് SFIയുടെ ഇവിടുത്തെ തിരുവനന്തപുരം സിറ്റിയിലെ നേതാവാണ്. അന്ന് കലോത്സവത്തിൻ്റെയും പിന്നെ ഫിലിം ഫെസ്റ്റിവൽ അന്ന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റർ ഇറങ്ങുന്ന ആ കാലഘട്ടത്തിലാണ് സിനിമയൊക്കെ ഇറങ്ങുന്നത്. അപ്പം അന്ന് പോസ്റ്റർ ഒട്ടിച്ച് മുതലാണ് ഇതിൻ്റെ തുടങ്ങുന്നത്. അതിനുശേഷം യൂണിവേഴ്സിറ്റി യൂണിയൻ യൂത്ത് ഫെസ്റ്റിവൽ, പിന്നെ ഗവൺമെൻറ്, പിന്നെ MLA ആയ ശേഷമുള്ള ഞാൻ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കലോത്സവത്തിൽ അന്ന് ഞാൻ തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലത്തിലെ MLA ആയിരുന്നു. ആ MLA എന്നുള്ളതിൽ ഞാൻ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. MA ബേബി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. പിന്നെ ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്താണ് UD ഫെസ്റ്റ് നടത്തുന്നത് എറണാകുളത്ത് വെച്ചിട്ട്. പിന്നെ ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള കുട്ടികളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇത് സംഘടിപ്പിച്ചുള്ള ഒരു പരിചയം, നല്ല പരിചയമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇതിൻ്റെ മുഖ്യ ചുമതലക്കാർ അതെ ഓണാഘോഷത്തിൻ്റെ നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച ഓണാഘോഷത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കലാകാരന്മാരെ അറിയാം, കലാകാരികളെ അറിയാം, അവരുടെ ഓരോരുത്തരുടെ രീതിയിലും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് അതിൻ്റെ ഒരു വൈകല്യം അല്ലെങ്കിൽ എവിടെയാണ് ഒരു കുറവ് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളവർ നമുക്ക് നേരത്തെ മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഓരോ കമ്മിറ്റിയും കൊടുത്തേക്കുന്നത്. 30 തൊട്ട് കർപ്പൂരമുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് എല്ലായിടത്തും കണ്ടെത്തുന്നുണ്ട്. അതെ, അങ്ങനെ കണ്ടെത്തിയില്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പോൾ ഈ യുവജനോത്സവം കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന മാർച്ചിലെ SSLC പരീക്ഷയാണ്. പക്ഷേ വിദ്യാർത്ഥികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും ചെറിയ ആശങ്ക ഇല്ലാതില്ല. അതായത് ഇപ്പോൾ ഈ മോഡൽ പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർന്ന സംഭവം അല്ല, അതൊരു ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു കലണ്ടറിൽ ഒരു ദിവസം പോലും ഞങ്ങൾക്ക് അവധിയില്ല. ഒന്നുകിൽ പരീക്ഷ, വിവിധ പരീക്ഷകൾ, പല ഘട്ടങ്ങളിലുള്ള പരീക്ഷകൾ, അത് കഴിഞ്ഞാൽ പിന്നെ ഈ ദേശീയാടിസ്ഥാനത്തിലുള്ള പിന്നെ മത്സര പരീക്ഷകൾ, അത് കഴിഞ്ഞാൽ സ്പോർട്സ്, കായികമേള, കലാമേള, പ്രവൃത്തി പരിചയം, പിന്നെ യുവജനോത്സവം, ഇതെല്ലാം ഗ്രാസ് റൂട്ടിൽ നിന്ന് സംസ്ഥാന നിലവാരം വരെ വരണം. അപ്പോൾ ഒരു 50% നോൺ അക്കാഡമിക് ഇഷ്യൂവിൽ കുട്ടികൾ എൻഗേജ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രവൃത്തി രംഗത്താണ്. ചോദ്യപേപ്പറിൻ്റെ കാര്യം ഇവിടെ ചോദിച്ചത് അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാര്യത്തിൽ നമ്മളെല്ലാം പഠിക്കുന്ന കാലഘട്ടത്തിൽ ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും പിന്നെ ലാസ്റ്റ് ടൈം പരീക്ഷ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സാധാരണ സ്കൂൾ അധികാരികളാണ് ചോദ്യം ഒന്നും ഉണ്ടാക്കിയിട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഏതോ ഒരു കാലഘട്ടത്തിൽ അതിപ്പോൾ ജില്ലാടിസ്ഥാനത്തിൽ ഇടാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നെ ഒരു ഘട്ടത്തിലായപ്പോൾ അധ്യാപക സംഘടനകളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഉണ്ടാക്കി. അപ്പോൾ അതിലൊക്കെ തന്നെ ഒരു തയ്യാറുള്ളതുകൊണ്ടാണ് കേന്ദ്രീകരിച്ച് ചോദ്യപേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് വലിയ കോൺഫിഡൻഷ്യലായിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്. SLC ചോദ്യപേപ്പർ പോലെയൊന്നുമില്ല. ആർക്ക് വേണോ അത് ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ പഴുത് അടയ്ക്കേണ്ടതല്ലേ, അത് ഇല്ലാതാക്കേണ്ടതാണ്. അതിൽ ഇല്ലാതാക്കേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. അവർ ക്രൂരതയാണ് കാണിക്കുന്നത്, രാജ്യദ്രോഹമാണ് കാണിക്കുന്നത്. നമ്മുടെ വരും തലമുറയുള്ള കുട്ടികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എത്ര ലക്ഷം കുട്ടികളെ രക്ഷകർത്താക്കളെ ബാധിക്കുന്നൊരു ഇങ്ങനെ കാശുണ്ടാക്കാൻ തുടങ്ങിയാൽ അത് സമൂഹം ഒറ്റപ്പെടുത്തണം. ഇത് ഈ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റുകളുടെ മാത്രം ഇടപെടലില്ല, സമൂഹത്തിൻ്റെയും കൂടെ ഇടപെടലുണ്ട്. ഇക്കാര്യത്തിൽ ഇത്തരം രാജ്യദ്രോഹികളെയും ഇത്തരം ഏത് മാർഗത്തിലൂടെയും സമ്പത്ത് സമ്പാദിക്കാമെന്നുള്ള സമീപനമുള്ള ആൾക്കാരെ സമൂഹം ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അധ്യാപകർക്ക് വല്ല പങ്കുള്ളതായിട്ട് സംശയമുണ്ട്. അത് 2 അന്വേഷണ കമ്മീഷൻ നടക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിൻ്റെ വളരെ സീരിയസ് ആയിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കുറ്റക്കാരെ വെറുതെ വിടില്ല.
ഒരിക്കലും വെറുതെ വരുന്ന പ്രശ്നമേ ഇല്ല. ഈ കുറ്റക്കാർ സാഹചര്യത്തിൽ ഈ SSLC പരീക്ഷയ്ക്ക് ഒരു അഡീഷണൽ മുൻകരുതലുകൾ വേറെ എന്തെങ്കിലും എല്ലാം എടുത്തിട്ടുണ്ട്. അന്ന് വന്ന ഒരു SLCയുടെ അതിൻ്റെ ഒരു വലിയൊരു ഒരു പ്രോസസ്സാണ്. SSLC പരീക്ഷ ചോർന്നത് സംസ്ഥാനമാണ് 4 പ്രാവശ്യം ചോർന്നിട്ടുണ്ട്. അതൊക്കെ ചോർന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ വന്നതിന് ശേഷം ഞങ്ങളെ പഴയ കാലത്ത് LDF സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ LDF UDF എന്നുള്ള നിലയിൽ ഞാൻ പറയുകയില്ല, ചോർന്നിട്ടുണ്ട്. ഇതിൽ SLC എന്ന് വെച്ചാൽ ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു ക്യാമ്പാണ്, ഒരു ക്യാമ്പ് ഡിസ്കഷനാണ്, അധ്യാപകരുടെ ഡിസ്കഷൻ. ആ ഡിസ്കഷന് ശേഷം ഓരോ സബ്ജക്റ്റിനും 4 സെറ്റ് ചോദ്യപേപ്പർ ഉണ്ടാക്കുകയാണ്, സെറ്റേഴ്സിനെ വെച്ച് ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറിയാണ്. പരീക്ഷ സെക്രട്ടറിക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇതിൻ്റെ അതിൽ നിന്ന് നറുക്കിട്ട് എടുക്കുകയാണ്. എടുത്ത ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി പ്രസ്സിൽ കൊണ്ടുപോകുന്നത്, സംസ്ഥാനത്തിന് പുറത്തുള്ള സെക്യൂരിറ്റി പ്രസ്സിൽ കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് കഴിഞ്ഞാൽ നേരെ ട്രഷറിയിലെത്തിക്കാണ് വരുന്നത്. ഇത് ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് അങ്ങനെയൊന്നുമില്ല. പ്രസ്സിൽ വെച്ച് ചോരാം, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയൊന്നും ചോരാം, പിന്നെ കുറച്ച് അങ്ങനെ പല ഘട്ടങ്ങളിൽ ഇത് പാക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള പ്യൂൺ ഒന്നുകൊണ്ട് എടുത്തുകൊണ്ട് പോകാം. ഒരാഴ്ചയ്ക്ക് മുമ്പ് BRCകളിലും സ്കൂളുകളിലും കൊണ്ടുവരികയാണ്. ഒട്ടും വലിയ മിടുക്കുകയല്ല, ഒട്ടും ഒരു മിടുക്കെന്ന് പറയാനും പറ്റില്ല, മണ്ടത്തരമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഈ ചെസ്റ്റ് ഉണ്ടാക്കി ഓരോ ജില്ലകളിൽ സൂക്ഷിച്ചിട്ടല്ലേ അവസാനം ഈ സ്കൂളുകളിലേക്ക് കൊടുക്കുന്ന ചോദ്യപേപ്പർ? എന്താ മനസ്സിലായില്ല? ട്രഷറി സൂക്ഷിക്കുന്ന പോലെ അല്ല, അതവിടെ നമ്മുടെ സ്കൂളുകളിലാണല്ലോ അലമാരയൊക്കെ, ഒരലമാര വെച്ച് പൂട്ടും, അല്ല അലമാര പൂട്ടില്ലാത്ത അലമാരയായിരിക്കും. അത് അത്ര വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇനിയുള്ള പരീക്ഷകൾക്ക് ഈ ടേം പരീക്ഷകളുടെ സിസ്റ്റം മാറ്റുന്നത് സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട്. ശരി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ഇത് വളരെ വിശദമായി ചർച്ച ചെയ്തു. മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യം, എന്താ നമുക്ക് സ്കൂളുകളിൽ തന്നെ ഇത് ഇത് 1 കോടിയിലധികം രൂപ ചിലവാണ് പരീക്ഷ നടത്തുന്നതിന്. നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ചെയ്യാനുള്ള കാശ് സ്കൂൾ കൊടുത്താൽ മതിയല്ലോ, പഠിപ്പിക്കുന്ന സാർമാർ തന്നെ ചോദ്യം പേപ്പർ ഇടട്ടെ. അങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. വേറൊരു അഭിപ്രായം വന്നിട്ടുള്ളത് വെച്ചാൽ, ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ഇപ്പോൾ 100 ചോദ്യം പരീക്ഷയ്ക്ക് ഒരു 3 ആഴ്ച മുമ്പേ കുട്ടികൾ കൊടുക്കുകയാണ്. 100 ചോദ്യം പരീക്ഷ വരാമെന്ന് വെച്ചിട്ട് ആ 100 ചോദ്യം വെച്ചാൽ പുസ്തകം മുഴുവൻ കവർ ചെയ്തിട്ടുള്ള ചോദ്യം അറിയും. അതിൽ നിന്ന് പരീക്ഷ അന്ന് രാവിലെ 10 ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ നടത്തുന്ന രാജ്യങ്ങളും വിദേശത്ത് ആ രീതിയിലൊക്കെ ആലോചിക്കുന്നുണ്ട്. ആ രീതി ഒന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും അന്ന് രാവിലെ തന്നെ ചോദ്യപേപ്പർ കിട്ടത്തക്ക രൂപത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രശ്നം വെച്ചാൽ പല സ്ഥലത്തും ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നമുണ്ട്, അതിന് വേണ്ടി എന്നുള്ള ഉപകരണങ്ങളുടെ ചില തകരാറ് ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും. എന്നാലും SSLC വരാൻ പോകുന്ന പൊതുപരീക്ഷയെക്കുറിച്ച് ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല, ഒരു ആശങ്ക അടിസ്ഥാനമില്ല. അതുപോലെ കുറച്ചൊരു ജാഗ്രതയോടുകൂടി തന്നെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികളെ തോൽപ്പിക്കുന്ന 8ാം ക്ലാസ്സിൽ തോൽപ്പിക്കുക, അത് നമ്മുടെ നയമേ അല്ല. എന്താണ് നമ്മുടെ നയം എന്ന് പറഞ്ഞാൽ മിനിമം മാർക്ക് വാങ്ങണം. മിനിമം മാർക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. കാരണം കുട്ടികളുടെ നിലവാരം ഉയർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മിനിമം മാർക്ക് വേണ്ടാതെ ബാധിക്കുന്നവരുടെ മക്കളെല്ലാം പഠിക്കുന്നത് വേറെ വലിയ സ്കൂളുകളിലാണ്. നമ്മുടെ സാധാരണക്കാരൻ്റെ സ്കൂളുകളിലൊന്നുമല്ല പഠിക്കുന്നത്. അവർക്കെന്തും പറഞ്ഞിട്ട് അങ്ങ് പോകാം. അനുഭവിക്കുന്നത് തത്വം പറയും. ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന പരീക്ഷകളുണ്ട്, ഒരു ഡസൻ പരീക്ഷകളുണ്ട്. നമ്മളെ കുട്ടികൾക്ക് അതിന് മറിയിക്കാൻ പറ്റുമോ? അവിടെ ചെന്ന് ഈ തത്വം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? നന്നായി പഠിച്ചെഴുതിയോണ്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് മിനിമം മാർക്ക് വേണം. ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചാൽ SSLC പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് 100-ൽ 10 മാർക്കിന് ശരി ഉത്തരം എഴുതിയാൽ ആ കുട്ടി ജയിച്ചു. 20 മാർക്ക് അധ്യാപകൻ കൊടുക്കുകയാണ്. 20 30 അതിനു വേണ്ടിയാണ് ഇത്രയും കിടന്ന് നമ്മൾ കഷ്ടപ്പെടുന്നത്. അത് പറ്റില്ല. ഇപ്രാവശ്യം അത് 8ാം ക്ലാസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാണ്. 8ാം ക്ലാസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പുറകോട്ട് പോകുന്ന കുട്ടികൾക്ക് 2-3 ആഴ്ചക്കാലത്ത് ഇൻറ്റൻസീവായിട്ടുള്ളൊരു കോഴ്സ് കൊടുക്കും ആ സബ്ജക്റ്റിനെ പറ്റി. വീണ്ടും അവരെ കൊണ്ട് ഒന്നും കൂടെ പരീക്ഷ എഴുതിപ്പിച്ചിട്ട് അവരെ പുറത്താക്കില്ല. ഇല്ല, പ്രൊമോട്ട് ചെയ്ത് അടുത്ത 9ലേക്ക് ആക്കും. സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന പ്രശ്നമല്ല. മിനിമം 30 മാർക്കാണോ? മിനിമം 30 മാർക്ക്. അതിപ്പോൾ 8ാം ക്ലാസ് തൊട്ട് നടപ്പിലാക്കും. ഫസ്റ്റിൽ 8ാം ക്ലാസ് നടപ്പിലാക്കും. അതിന് 9, 10, പിന്നെ അതിനുശേഷം 1ാം ക്ലാസ് പോലെ. 1ാം ക്ലാസ്സിന് കഴിഞ്ഞ ദിവസം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് യുവജനോത്സവത്തിൻ്റെ കാര്യങ്ങളെല്ലാം ബ്രീഫ് ചെയ്യാൻ വേണ്ടി പോയ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ജപ്പാനിൽ നിന്ന് വന്നിരുന്നു, മലയാളിയാണ്. വന്ന കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ സംസാരിച്ചു പറഞ്ഞു, അവിടെ പ്രീ പ്രൈമറിയിൽ 1ാം ക്ലാസ്സിലും ഒരു അക്കാഡമിക് കാര്യങ്ങളും പഠിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. അവിടെ കുട്ടികളുടെ പൊതുവിവരങ്ങളും പൊതുപരിജ്ഞാനവും
പൊതുവിലൊരു കുട്ടി പാലിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഒരു കുട്ടിയുടെ മാനേഴ്സ്, അവൻ്റെ ഒരു പൗരബോധം, ഒരു ജീവിതബോധം വളർത്തിയെടുക്കുക. അത് കഴിഞ്ഞ ശേഷം മാത്രമേ 1ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ അക്കാഡമിക്കായിട്ട് പോവുള്ളൂ. ഒരു കുട്ടി എങ്ങനെ പെരുമാറണം, ഒരു വേസ്റ്റ് ഇടുന്ന എവിടെയാണ്, മുതിർന്നവരുടെ എങ്ങനെയാണ് പെരുമാറേണ്ടത്. അപ്പോൾ കുഞ്ഞു മനസ്സിലെ ഇത് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ചോദിച്ച് മിനിസ്റ്റർ CM എന്താ ശിവൻകുട്ടി നമുക്കതിനെ പറ്റുന്ന ആലോചിച്ചാൽ എന്താ, ഞാൻ പറഞ്ഞാൽ ആലോചിക്കാം CM നമുക്ക് ആലോചിക്കാം, അടുത്ത വർഷം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് സംബന്ധിച്ചാൽ ആലോചിക്കാം. ഇതെന്താ ഈ ഇവിടുത്തെ ചില സ്കൂളുകളുണ്ടല്ലോ, ഈ അൺഎയ്ഡഡ് സ്കൂളുകൾ, 1ാം ക്ലാസ്സിലും പ്രീ പ്രൈമറി കുട്ടികൾക്കല്ലേ പരീക്ഷയില്ലേ, കടുത്ത പരീക്ഷയില്ലേ, അതിനവർ ആ പരീക്ഷയുടെ ഫലമായിട്ടുണ്ടാകുന്ന പിന്നെ ഒരു മാനസിക സമ്മർദ്ദം, രക്ഷകർത്താവിന് സമ്മർദ്ദം, കുട്ടിക്ക് സമ്മർദ്ദം. അവൻ്റെ കുട്ടി എല്ലാ കാര്യങ്ങൾക്കും A+ കിട്ടിയില്ലെങ്കിൽ LKG കുട്ടിയാണ് A+. 1. 2 ഈ അംഗീകാരമില്ലാത്ത സ്കൂളുകളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അംഗീകാരമില്ലാത്ത സ്കൂളുകളെല്ലാം അംഗീകാരം വാങ്ങിയില്ലെങ്കിൽ അതെല്ലാം പിന്നെ നടപടി സ്വീകരിക്കേണ്ടി വരും. അതുപോലെ പ്രവേശനത്തിന് പോലും പ്രവേശന പരീക്ഷ, അതാണ് ഞാൻ പറഞ്ഞത്. 872 സ്കൂളുകൾ അങ്ങനെ ഞങ്ങൾ പ്രഥമദൃഷ്ട്യാ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ശരി, അതിൻ്റെ കണക്കെടുത്തിട്ടുണ്ട്. പ്രവേശനത്തിന് വലിയ തുക വാങ്ങുക, ഫീസ് വലിയ തുക വാങ്ങുക, ടീച്ചർമാർക്ക് പിന്നെ പൈസ കൊടുക്കാതിരിക്കുക, സിലബസ് അവർ തന്നെ ഉണ്ടാക്കുക. അവർക്ക് ഒരു മുറുക്കാങ്കട ഇവിടെ കേരളത്തിൽ തുടങ്ങണമെങ്കിൽ, ഇന്ത്യ രാജ്യത്ത് തുടങ്ങണമെങ്കിൽ ലൈസൻസ് എടുക്കണമല്ലോ. ഇത് ആരുടെയും ചോദിക്കേണ്ട. പിന്നെ ഒരു വീടങ്ങ് വാടകയ്ക്ക് എടുക്കുക, ഒരു പരസ്യം ചെയ്യുക, പിന്നെ കുറച്ച് കുട്ടികളെ കൂട്ടുക, ഏതെങ്കിലും നടത്തുക. അത് അനുവദിക്കാൻ പറ്റും. നിയന്ത്രിക്കുന്നതല്ല മാത്രമല്ല, അത് അവർ NOC അതിൻ്റെ കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലും കേന്ദ്ര വിദ്യാഭ്യാസ ചട്ടങ്ങളിലും പറയുന്നത് ഒരു NOC ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിയിരിക്കണം എന്നുള്ളതാണ്. NOC വാങ്ങാത്ത സ്ഥാപനങ്ങൾ അടയ്ക്കുക എന്നല്ല, വേറെ മാർഗ്ഗമില്ല. അതുപോലെ പാഠ്യപദ്ധതി പരിഷ്കരണം ഇപ്പം മുന്നോട്ട് പോകണം, ഒരു വിവാദമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. 10 വർഷത്തിന് ശേഷമാണ് ഇത് പരിഷ്കരിക്കുന്നത്. ഈ വർഷത്തോടു കൂടി 1 മുതൽ 10 വരെയുള്ള മുഴുവൻ പാഠ്യപദ്ധതിയും പരിഷ്കരിച്ച് കഴിഞ്ഞു. ഹയർ സെക്കൻഡറിയും പരിഷ്കരിച്ച് കഴിയും. ഹയർ സെക്കൻഡറി എല്ലാം പരിഷ്കരിക്കുന്നില്ല, സെൻട്രൽ സിലബസും കൂടെ ഉണ്ട്. അതും കൂടെ നോക്കിക്കൊണ്ട് മാത്രമേ പരിഷ്കരിക്കുന്നുള്ളൂ. കാരണം പാഠ്യപദ്ധതി തന്നെ സാധാരണ പരിഷ്കാരം നടന്നു കഴിഞ്ഞാൽ ഒരു മാസത്തെ പത്രവാർത്തയാണ്. ഒരു നെഗറ്റീവ് വാർത്തയും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൊതുവെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുള്ള അഭിപ്രായം. ഒരു കൂട്ടായ്മയാണ് എല്ലാവരുമായിട്ടുള്ളൊരു കൂട്ടായ്മയും, പിന്നെ അധ്യാപകരുടെ സഹകരണം, രക്ഷകർത്താക്കളുടെ സഹകരണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം, ഗവൺമെൻറ് പിന്തുണ. മുഖ്യമന്ത്രി വളരെ സപ്പോർട്ടാണ്. പൊതുവിദ്യാഭ്യാസം എല്ലാത്തിലും അദ്ദേഹം തന്നെയാണ് നിയന്ത്രിക്കുന്നത്. എന്തായാലും പൊതുവിദ്യാഭ്യാസത്തെ പറ്റി അദ്ദേഹം വളരെ പിന്നെ ഗൗരവത്തോടു കൂടിയും വളരെ കാര്യമായിട്ടും ഒരു LP സ്കൂളിൻ്റെ കാര്യം ചോദിച്ചാലും അദ്ദേഹത്തിന് അറിയാം, ഒരു UP സ്കൂളിൻ്റെ കാര്യം ചോദിച്ചാലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് എവിടെ നിന്ന് ഈ വിവരങ്ങൾ കിട്ടുന്നതെന്ന് അറിയില്ല, എന്താ അദ്ദേഹത്തിനും അറിയാം. അല്ല, പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുമ്പോഴാണല്ലോ ഒരു അടിസ്ഥാനം ഉണ്ടാകും. അടിസ്ഥാനം ഉണ്ടാകും. അതായിരിക്കും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഈ അങ്ങ് പഴയൊരു വിദ്യാർത്ഥി നേതാവായിരുന്നു, SFIയുടെ ഭാരവാഹിയായിരുന്നു. ഇപ്പോൾ ഈ ക്യാമ്പസുകളിലെല്ലാം വളരെ ലഹരിയുടെ ഒരു വലിയ രീതിയിലുള്ളതുണ്ട്. പ്രശ്നമാണ്. വിദ്യാർത്ഥി സംഘടനകൾക്കും അതിനൊരു റോളില്ലേ, അത് നിയന്ത്രിക്കാൻ? വിദ്യാർത്ഥി സംഘടനകൾക്ക് റോളുണ്ടോ എന്ന് എനിക്കറിയില്ല. നിയന്ത്രിക്കാൻ റോളുണ്ട്. അതായത് നമ്മുടെ ഈ കോളേജുകളിൽ കായിക പിന്നെ സാഹിത്യ മത്സരങ്ങളൊന്നും ശരിയായ വണ്ണം നടക്കുന്നില്ല. അതുകൊണ്ടെങ്കിൽ കുട്ടികളുടെ ഇതിലത്തേക്ക് അങ്ങ് മാറുമായിരുന്നു. ഇപ്പോൾ പിന്നെ മുമ്പ് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ അതിൽ ഓരോരുത്തർ ഇപ്പോൾ മാഗസിൻ എഡിറ്റർ കഴിവുള്ള ഒരേ മാഗസിൻ മത്സരിക്കാൻ പറ്റുള്ളൂ, എഴുതാറിയുന്ന ഒരാളായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ആർട്സ് ക്ലബ് സെക്രട്ടറി നന്നായി കല അറിയുന്നവരായിരിക്കണം. ഇന്നിപ്പോൾ അതൊന്നും വേണ്ട. ഭൂരിപക്ഷം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരെയും പിടിച്ച് നിർത്തി ആരെയും ജയിപ്പിച്ച് വിടുകയാണ്. കായിക രംഗവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇത് നിയന്ത്രിക്കണം. അല്ല, അതിലൊക്കെ മാതൃക കാട്ടേണ്ട SFI അല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന? SFI ഈ കാര്യത്തിൽ കുറച്ച് ക്യാമ്പയിനൊക്കെ അവരെടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ അവർ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ യൂണിറ്റ് പിരിച്ചുവിടേണ്ടി വന്നു. അല്ല, അത് തന്നെയാണ് കേരളത്തിൽ അത് പറയുമ്പോഴൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെയൊക്കെ തന്നെ ഒരുപാട് അംഗീകാരങ്ങളും സമ്മാനങ്ങളും യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ന്യൂനപക്ഷം കാണിക്കുന്ന തോന്നിവാസം ഭൂരിപക്ഷം കാണിക്കുന്നു എന്നുള്ള പ്രതീതി ചില മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് SFI വിരോധമാണ്. അത് യൂണിവേഴ്സിറ്റി ഒരു കോളേജിൽ മാത്രമുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ. അത് പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജിൽ നിയന്ത്രിക്കേണ്ടതാണ്, സംശയമില്ല. ജനാധിപത്യപരമായ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും എല്ലാ ക്യാമ്പസുകളും പ്രവർത്തിക്കുന്നത് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണ് നല്ലത്. അപ്പോൾ കുറച്ചുകൂടെ മെരിറ്റ് ഉണ്ടാവും.
അല്ല, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് അപ്രമാദിത്വം ഉള്ളൊരു കോളേജാണെങ്കിൽ മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ അതങ്ങനെ അത് ഒഴിവാക്കിയിട്ട് പിന്നെ ന്യായമായി അംഗീകാരമുള്ള വിദ്യാർത്ഥി സംഘടനകൾ, തീവ്രവാദ സ്വഭാവമൊന്നും ഇല്ലാത്ത വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ സ്കൂളുകളിലെ കാര്യം വരുമ്പോൾ ഈ അധ്യാപക സംഘടനകളുടെ ഒരു പ്രവർത്തനം, ഇപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട സംഘടന KSTA ആണ്. അവർ ഒരു വളരെ ഈ അധ്യാപകർക്കിടയിൽ പിരിവ് നടത്തുക, ഭയങ്കരമായ, പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുമ്പോൾ സ്ഥലമാറ്റങ്ങളിൽ ഇടപെടുക, അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയാം? ഭരണത്തിൽ കൈകടത്താനും നോക്കാറുണ്ട്, മന്ത്രിമാരുടെ ഓഫീസിൽ പോലും അവർക്ക് സ്വാധീനം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് എൻ്റെ ശ്രദ്ധയിലതൊന്നും പെട്ടിട്ടില്ല. പിന്നെ എനിക്കങ്ങനെ ഉള്ള അനുഭവങ്ങളും ഇല്ല. സ്ഥലമാറ്റം എല്ലാം ഓൺലൈനിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഹയർ സെക്കൻഡറിയുടെ മുതൽ ഹെഡ് മാസ്റ്റർമാരായിരുന്നാലും പ്രിൻസിപ്പൾമാരും പിന്നെ HM ഒഴികെ ബാക്കി എല്ലാം ഓൺലൈനാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിലങ്ങനെ ഇടപെടാനുള്ള സാധ്യത മന്ത്രിമാർക്ക് പോലും ഇല്ല. എന്ന് മാത്രമല്ല, അഥവാ സ്പെഷ്യൽ ഓർഡർ ഇറക്കുന്നെങ്കിൽ പോലും സ്പെഷ്യൽ ഓർഡറിനുള്ള ചില നോംസ് വേണം. ആ നോംസ് അനുസരിച്ചുള്ള പിന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാവണം, അത് പബ്ലിഷ് ചെയ്യണം. അതിൽ നിന്ന് 1, 2, 3 എന്ന് വെച്ച് എടുക്കാനേ പറ്റുള്ളൂ. നമ്മുടെ തന്നെ വളരെ അടുപ്പക്കാർ വന്ന് ചില ന്യായമായ പിന്നെ സ്ഥലം മാറ്റം പറഞ്ഞാൽ പോലും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റാത്ത ഒരു വിഷയം നോക്കുന്നുണ്ട്. അതിനൊന്നും അവർ ഇടപെടുന്നില്ല. പിന്നെ സംഘടന എന്നുള്ളതിൽ അവരാണ് വലിയ സംഘടന. അവരുടെ സഹകരണം എനിക്ക് നല്ലവണ്ണം കിട്ടുന്നുണ്ട്. ചില അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. അവർ ഏത് സംഘടനയ്ക്ക് അഭിപ്രായം ഉണ്ടാവുമല്ലോ. ആ അഭിപ്രായം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം ആവണമെന്നില്ലല്ലോ. അപ്പോൾ അത് ആ അഭിപ്രായത്തിന് തെറ്റായ അഭിപ്രായം ഉണ്ടെങ്കിൽ അംഗീകരിക്കില്ല, ശരിയായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യും. ശമ്പളം കിട്ടാൻ നിൽക്കുന്ന അധ്യാപകർ ഇപ്പോഴും ഒരു വിഭാഗമുണ്ട്. അക്കാര്യത്തിൽ അത് ഞാൻ വന്ന് അദാലത്തിൽ ഇപ്പം നടത്തി കുറേ പേർക്ക് അതിൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഇനി ഒരു അദാലത്തുകൾ നടത്താൻ വേണ്ടി പോവുക. ഈ ശമ്പളം കിട്ടാൻ അത് പിന്നെ മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പങ്ങളുണ്ട്, പിന്നെ അംഗീകാരം കൊടുക്കേണ്ട DOമാരുടെ പ്രശ്നമുണ്ട്. അത് അതിനുവേണ്ടി മാത്രം ഒരു അദാലത്ത് നടത്താൻ വേണ്ടി ജില്ലാ തലങ്ങളിലാണോ? അതിൻ്റെ സംസ്ഥാന തലത്തിൽ ഒരു അദാലത്ത് അങ്ങ് നടത്താം. എല്ലാ ജില്ലകളിലും ഉള്ളവർക്ക് അതെ വരാം. ആ DOമാരെയും കൂടെ വരുത്തിയാൽ മതിയല്ലോ. DOമാരെ AOമാർ DDമാരെയും കൂടെ ഒരു ദിവസം കൂടെ വരാൻ പറഞ്ഞാൽ മതിയല്ലോ. അത് നടത്തും. ഇപ്പോൾ അതുപോലെ ഈ തൊഴിൽ വകുപ്പ് അങ്ങയുടെ വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. കേരളത്തിൽ സമരങ്ങൾ കുറയുന്നതെന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പിന്നെ തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുക്കുന്ന സംസ്ഥാനമായി കേന്ദ്ര ഗവൺമെൻറ് ഇതിനെ കണ്ടെത്തിയിരിക്കുകയാണ്. മിനിമം വേതനം നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. പിന്നെ തൊഴിലാളി സംഘടനകൾക്ക് ന്യായമായ പിന്നെ അംഗീകാരം കൊടുക്കുന്നത് കേരളമാണ്. പിന്നെ ഈ ലേബർ കോഡെല്ലാം കേന്ദ്ര ഗവൺമെൻറ് എടുത്ത് മാറ്റിയിട്ട് പുതിയ ലേബർ കോഡ് കൊണ്ടുവന്നത് തന്നെ അതിൻ്റെ എല്ലാ ലാസ്റ്റ് വേർഡും പറയേണ്ടത് മുതലാളി എന്നുള്ള നിലയിലാണ്. അപ്പോൾ ആ ഒരു അവസരത്തിലൊക്കെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് തെറ്റായ കാര്യങ്ങൾ നമ്മൾ പിന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ബദൽ വെച്ചതുപോലെ തന്നെ ഒരു ബദൽ സംവിധാനത്തോടു കൂടി കേരളം മുന്നോട്ട് പോവുകയാണ്. ഈ നോക്കുകൂലി ഭീഷണിയൊക്കെ ഒഴിവായെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ശ്രദ്ധയിൽപ്പെട്ട അപ്പോൾ കർശന നടപടി തന്നെയാണ്. എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ് കർശന നടപടി തന്നെ. എന്നാലും പൊതുവേ ഒരു സമരരഹിതവും അങ്ങനെ എന്ന് മാത്രം തൊഴിലാളിക്ക് ഒരു പുതിയ ബോധം വന്നിട്ടുണ്ട്. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളെന്നൊരു പുതിയൊരു ബോധം വന്നിട്ടുണ്ട്. അപ്പോൾ തൊഴിലാളിയും പരമാവധി സഹകരിക്കുന്നുണ്ട്. തൊഴിലാളിക്ക് അങ്ങനെ പുതിയൊരു സംസ്കാരം വന്നിട്ടുണ്ട്. മാനേജ്മെൻറ്റും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഇപ്പോൾ തന്നെ ചെറുകിട വ്യവസായങ്ങൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരംഭിച്ചത് കേരളത്തിലാണല്ലോ. ആരംഭിക്കാൻ കാരണം തന്നെ തൊഴിലാളികളുടെ ഒരു സഹകരണം ആ കാര്യത്തിലുണ്ടല്ലോ. പുതുതായിട്ടൊരു സംരംഭം തുടങ്ങിയാൽ അതിന് മുന്നിൽ കൊടി നാട്ടി അത് അവസ്ഥ മാറിയോ? അത് പൂർണ്ണമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രവണതകളെ സർക്കാർ ഒരിക്കലും അവർ വച്ചുപറപ്പിക്കുന്നതിൽ മാത്രമല്ല, നിങ്ങൾ ഈ കഴിഞ്ഞ മാസത്തിലാണ് ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ പ്രവേശിച്ച പുത്തരി ഗാന്ധി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരു പന്തലുമറ്റോ കെട്ടുന്നതിന് വേണ്ടി വന്നപ്പോൾ ഒരു യന്ത്രം ഇറക്കുന്നതിന് വേണ്ടി പൈസ ചോദിച്ചെന്ന് പറഞ്ഞ് 12 തൊഴിലാളികളെ നമ്മൾ ഒരു മാസം സസ്പെൻഡ് ചെയ്ത്, ഞാൻ തന്നെ ഇടപെട്ട് സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തിയിരുന്നു. അത് മാപ്പഴുതി വാങ്ങിയിട്ടാണ് പിന്നെ തിരിച്ച് നികേറ്റിയത്. അപ്പോൾ അങ്ങനെ കർശന നടപടി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഏത് രംഗത്തും ഉണ്ടാവുമല്ലോ ചില പിന്നെ പുഴുക്കുത്തുകൾ, അതിപ്പോൾ എല്ലാ രംഗത്തും ഉണ്ടെന്ന് കൂട്ടുക. ഇപ്പോൾ കഴിഞ്ഞ ഗവർണറുടെ ചെയ്തികളിൽ ചില പ്രവണതകളെ താങ്കൾ വിമർശിച്ച മന്ത്രിമാരുടെ ഒരാളാണ്. ഇപ്പോൾ പുതിയൊരു ഗവർണർ വരികയാണ്, എന്താണ് പ്രതീക്ഷ? അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പോയിരുന്നു. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം പിന്നാമ്പുറത്തെ ചില വർത്തമാനങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. നമ്മളതൊന്നും വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് പ്രവൃത്തി കണ്ട ശേഷം പ്രതികരിക്കാം. കഴിഞ്ഞ ഗവർണറുടെ വാസ്തവത്തിൽ കുറേ അതിൽ വിട്ടുള്ള പ്രവർത്തനമായിരുന്നു. ഒരിക്കലും ഒരു ഗവർണർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. കേന്ദ്ര BJP ഗവൺമെൻറ്റിനെ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളോ അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങളും സ്ഥാനങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കിട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളോ ഒക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉടച്ചു വാർത്തു എന്നാണല്ലോ പുള്ളി പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വാർത്തില്ല, ഉടച്ചു.
അതാ ചെയ്തതല്ലേ? അതെ അതെ. അല്ല, അപ്പോൾ അദ്ദേഹം VC-മാരെയൊക്കെ നിയമിച്ചു. അല്ല, അതൊക്കെ പിന്നെ അല്പത്തരം കാണിക്കുന്നവർക്ക് അതൊക്കെ ചെയ്യാം. ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകാരം ഉണ്ടല്ലോ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് അംഗീകാരം. ഈ ഗവർണർമാരെ തന്നെ, ആ ഗവർണർ സങ്കല്പം തന്നെ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മുതൽ ഉണ്ടായിട്ടുള്ള സങ്കല്പമാണല്ലോ. അത് തന്നെ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ അഭിപ്രായം കൊണ്ട് EMS തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗവർണർമാരെ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം. അതെ അതെ. അവർക്ക് എന്താ ജോലി ഇവിടെ? പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ ഈ കുട്ടികളുടെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം കുട്ടികളുടെ മാനസികാരോഗ്യം അത് മെച്ചപ്പെടുത്തി, ഇപ്പോൾ പാഠ്യപദ്ധതിയൊക്കെ പരിഷ്കരിക്കുകയാണ്. മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള എന്തെങ്കിലും നമുക്കത് ആലോചിക്കണം. ഞങ്ങൾ പുതിയ അടുത്ത അധ്യയന വർഷം, ഞാൻ നേരത്തെ ജപ്പാനിലെ കാര്യം പറഞ്ഞില്ലേ, അതിലിതും കൂടെ പെടുന്നതാണ്. അതായത് കുട്ടികളിപ്പോൾ പലയിടത്തും പഴയ പോലുള്ള ഒരു കൂട്ടുകുടുംബമൊന്നും അല്ല, കുട്ടികളായിരിക്കും പലയിടത്തും. ഒരു കുട്ടിയൊക്കെ ഉള്ള സ്ഥലത്ത് പിന്നെ അവന് കൂട്ടെന്ന് പറയുന്ന സ്കൂളാണ്. അതെ. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവന് ടൈയും ഷൂസും കെട്ടി അവന് പിന്നെ അവനെ കൊണ്ട് കടുപ്പപ്പെട്ട വാക്കുകൾ പഠിപ്പിച്ച് അവൻ്റെ മാനസിക സമ്മർദ്ദം കൂടും. അതിനുവേണ്ടി അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ CM പറഞ്ഞ കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് നമ്മൾ കേരള കൗമുദി 1-ാം പേര് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് മിനിസ്റ്റർ ഇടപെട്ട് ഒരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ട യൂണിഫോം ധരിക്കാനുള്ള അവകാശം കൊടുത്തു. കുട്ടിയുടെ മൗലികാവകാശത്തിൽപ്പെട്ടാണല്ലോ. തനിക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുവാനും ഇഷ്ടമുള്ള യൂണിഫോം മാന്യമായി ധരിക്കുവാനും ഒക്കെ ഉള്ള അവകാശം ഏതൊരു പൗരനും ഉള്ള അവകാശമാണ്. യൂണിഫോം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന അറേഞ്ച്മെൻറ്റാണ്. ആ യൂണിഫോമിൻ്റെ തത്വം തന്നെ എല്ലാ കുട്ടികളെയും തുല്യരായി കാണുക എന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് അത് ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടിക്ക് ഇഷ്ടമുള്ള യൂണിഫോം ഇടുക എന്നുള്ളതാണ്. അല്ല, ജന്നത്ത് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് മിനിസ്റ്ററോട് ഇങ്ങനെ ഒരു ആവശ്യപ്പെട്ടത്. അതിപ്പോൾ നടപ്പിലാക്കിയത് ആ വേഷത്തെ ആൺകുട്ടികൾ ധരിക്കുന്ന വേഷത്തിൽ. ഞാൻ നിങ്ങളുടെ കേരളത്തിൽ വന്ന പത്രവും കണ്ട് പടവും കണ്ട്, കേരളത്തിൽ ആദ്യം വായിക്കുന്ന പത്രങ്ങളിലൊന്നാണ്. അല്ല, അന്നേരം സ്കൂൾ അധികൃതർ അധികാരത്തിൽ വല്ല വാശി പിടിക്കുകയാണ് ചെയ്തായിരുന്നോ? ഇല്ല, അത് വാശി ഗവൺമെൻറ് ഒരു ഉത്തരവ് ഇറക്കി കഴിഞ്ഞാൽ വാശി പിടിക്കാൻ വേണ്ടി പറ്റില്ല. എന്തായാലും അത് വളരെ നല്ലൊരു തീരുമാനം. മാത്രമല്ല ഇപ്പം മിക്സഡ് സ്കൂളാക്കി. അതൊരു എത്ര സ്കൂൾ മിക്സഡ് സ്കൂളാക്കി. വേർതിരിച്ച് കാണേണ്ടതില്ലല്ലോ, കാണേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു വേഷത്തിൻ്റെ കാര്യത്തിൽ കുട്ടികളെ വേർതിരിക്കുന്നത് ഒട്ടും ശരിയല്ലല്ലോ. അപ്പോൾ യുവജനോത്സവം വൻ വിജയമാവട്ടെ, എല്ലാ തവണത്തെയും പോലെ. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി വിജയമാവട്ടെ എന്ന് ഞാനും അങ്ങ് ആഗ്രഹിക്കുകയാണ്. എന്തായാലും 8-ാം തീയതി കഴിഞ്ഞിട്ട് കുട്ടികളോട്, മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കുക. ആരോഗ്യകരമായ മത്സരമാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനം കിട്ടില്ല. സമ്മാനം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ വിജയിച്ചതായി നിങ്ങൾ കണക്ക് കൂട്ടുക. അത് പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. പങ്കെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമ്മാനം കിട്ടുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അത് ഏതൊരു കാര്യമായിരുന്നാലും ആ ഒരു മനുഷ്യൻ ഒരു പ്രത്യേക സമയത്ത് ഒരു അവതരണം നടത്തുന്ന അവസരത്തിൽ, എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിക്കുന്ന അവസരത്തിൽ അവൻ്റെ ഒരു മാനസികാവസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ കുട്ടികൾ പാടുകയും ആടുകയൊക്കെ ചെയ്യുന്ന അവസരത്തിൽ അവൻ്റെ മാനസികാവസ്ഥ ചിലപ്പം നല്ലതായിരിക്കില്ല, ചിലപ്പോൾ മോശമായിരിക്കും. മോശമാവുന്ന സ്ഥിതിയാകുമ്പോൾ ചിലപ്പോൾ പുറകോട്ട് തള്ളിപ്പോവും. എന്തുകൊണ്ട് അവൻ ഒരു കലാകാരനോ അല്ലാതാവുന്നില്ല. അപ്പം അതുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കുക, നന്നായി ആത്മവിശ്വാസത്തോടുകൂടി പങ്കെടുക്കുക. ജയിക്കുന്നതും എൻ്റെ കൂട്ടുകാരാണ്, തോക്കുന്നതും എൻ്റെ കൂട്ടുകാരാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവുക. അധ്യാപകർക്ക് മനസ്സിലാക്കേണ്ടത് കളിക്കുന്ന എല്ലാ കുട്ടികളും ഞങ്ങളുടെ മക്കളാണെന്നുള്ള ബോധം ഉണ്ടാവണം. ടീച്ചർമാർക്കും ആ ബോധമാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ അവിടെയൊന്നും ഒരു എന്താ പറയുക പിന്നെ ഒരു വേർതിരിവ് ഒരു കാരണവശാലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പോൾ കലോത്സവം വൻ വിജയമാവട്ടെ. താങ്ക് യു.